الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ ഓർമ്മയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. വിശ്വാസികൾ എന്ന അർത്ഥത്തിലും മനുഷ്യ സമൂഹത്തിലെ ഒരംഗം എന്ന അർത്ഥത്തിലും ഒരുമയോടെയും ഐക്യത്തോടെയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാമെന്നും വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളായി കാണുകയും അതിനെ വൈരുദ്ധ്യങ്ങളാക്കി മാറ്റാതെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ എപ്പോഴും ആളുകളുമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥ നമ്മിൽ ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയിരുന്നത്. തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് നാവ് അഥവാ സംസാരശേഷി എന്നത്. മനുഷ്യനെ സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് ഹയവാനുൻ നാതിഖ് എന്നാണ്, സംസാരിക്കുന്ന ജീവി. ലോകത്ത് കോടാനുകോടി ജീവജാലങ്ങളുണ്ട് എങ്കിലും സംസാരശേഷിയുള്ള, കഴിവുള്ള, ആശയവിനിമയം നടത്തുന്ന ഒരു ജീവി ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യർ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കാറുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നും ആ അനുഗ്രഹങ്ങളെ ശരിയാം വിധം വിനിയോഗിക്കേണ്ടതുണ്ട് എന്നതും ഇസ്ലാം വളരെ കർശനമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. എങ്കിലേ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി തീരുകയുള്ളൂ എന്നും അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടിയാൽ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ
33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, ഏറ്റവും നല്ല വാക്കുകളെ നിങ്ങൾ പറയുവാൻ പാടുള്ളൂ. നിങ്ങളുടെ വായിൽ നിന്ന് ഏറ്റവും നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ സംസാരിക്കുവാൻ പാടുള്ളൂ. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും. അപ്പോ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരികയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ സംസാരവും നമ്മുടെ നാക്കും നന്നായിരിക്കണം എന്ന് ഖുർആൻ പറയുകയാണ്. അതുപോലെ തന്നെ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും ഈ പറഞ്ഞ വിധത്തിലെല്ലാം അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയാണ് എങ്കിൽ ഫഖദ് ഫാസ ഫൗസൻ അലീമാ, അവൻ വമ്പിച്ച വിജയം കരസ്ഥമാക്കിയവനായി തീരും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ വചനത്തിൽ നമ്മൾ നമ്മുടെ സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്, അതിനെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു അൽ ബലദിലൂടെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുന്നതിന്റെ കൂട്ടത്തിൽ അള്ളാഹു പറയുകയാണ്, നിനക്ക് 2 കണ്ണുകൾ ഞാൻ നൽകിയിട്ടില്ലായിരുന്നുവോ? വലിസാനൻ വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടും നിനക്ക് ഞാൻ നൽകിയിട്ടില്ലായിരുന്നുവോ? ഖുർആൻ എടുത്തു പറയുകയാണ്, ഈ ചോദ്യം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മോടെല്ലാം ചോദിക്കുവാനുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്ത് ഖാഫിലൂടെ 18-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കും തന്നെ ഒരാളും തന്നെ ഉരിയാടുന്നില്ല, സന്നദ്ധരായ അത് എഴുതി വെക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സൂക്ഷിപ്പുകാരായ ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ടല്ലാതെ, അവരുടെ അറിവോട് കൂടിയിട്ടല്ലാതെ, അത് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല എന്ന് സൂറത്ത് ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് കഹ്ഫിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യപ്പെടുമ്പോ സത്യനിഷേധികളെ വിചാരണ ചെയ്യുന്ന ഒരു രംഗം പറയുന്ന സ്ഥലത്ത് വവുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുസ്ഫിഖീന മിമ്മാ ഫീഹി ഫയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ്, അവരവിടെ വെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന്റെ റെക്കോർഡ് വല്ലാത്തൊരു അത്ഭുതം തന്നെ. എന്നിട്ട് അവർ പറയുന്നത്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഈ റെക്കോർഡിൽ ഞാൻ ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള സർവ്വകാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ എന്ന് അവിടെ അവർ വളരെ വെപ്രാളപ്പെട്ടുകൊണ്ട് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സംസാരം ശേഷി നൽകപ്പെട്ടു എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതും വളരെ വലിയ ഒരു അനുഗ്രഹവുമാണ് എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു അർ-റഹ്മാനിലൂടെ പറയുന്നത് അല്ലമഹുൽ ബയാൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിയത്. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അവന്റെ നാം ബയാൻ അഥവാ പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവുകളും നാം നൽകിയിട്ടുണ്ട്, അത് വിശദീകരിക്കുവാനുള്ള കഴിവും നാം നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, പ്രവാചകരെ വിജയിക്കുവാനുള്ള മാർഗം എന്താണ്? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വിശാലമായിട്ടൊന്നും ആ കാര്യങ്ങളെക്കുറിച്ച്, ആരാധനകളെക്കുറിച്ച്, നമസ്കാരം, നോമ്പ്, ഹജ്ജ് ഇങ്ങനെയുള്ള ഒരുപാട് ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ ബോധവൽക്കരിക്കുകയല്ല പ്രവാചകൻ ചെയ്തത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഒരൊറ്റ വാക്കിലൂടെ മറുപടി പറയുകയാണ്, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ അടക്കി നിർത്തിയാൽ മതി സ്വർഗം കിട്ടാൻ. നിനക്ക് വിജയം ലഭിക്കുവാൻ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കുവാൻ എന്ത് ചെയ്താൽ മതി? നീ നിന്റെ നാവിനെ അടക്കി നിർത്തിയാൽ മതി, അതിനെ നിയന്ത്രിച്ചാൽ മതി എന്ന ഒരു ഒറ്റ വാക്കിൽ പ്രവാചകൻ പറഞ്ഞ ആ ഉത്തരം എത്ര ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ നരകം പ്രദർശിപ്പിക്കപ്പെട്ട ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗവാസികളെയും നരകവാസികളെയും കുറിച്ചൊക്കെ പറഞ്ഞിടത്ത് അവിടെ ആ നരകത്തിൽ അധികമായി സ്ത്രീജനങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ അതിന്റെ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാന ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹ്റ കുല്ലഹു ثم رأت منك شيئا ما رأيت منك خيرا قط. നീ ജീവിതകാലം മുഴുവനും നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഇണക്ക് നന്നാൽ കഴിയുന്ന മുഴുവനും നീ ചെയ്തു കൊടുത്താലും, സേവനങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്താലും, എപ്പോഴെങ്കിലും അവരുടെ ഒരു താല്പര്യം പൂർത്തീകരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അപ്പോഴേക്കും അവർ പറഞ്ഞു കളയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, അല്ലെങ്കിൽ നിങ്ങൾ വല്ലതും ചെയ്തു തന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വല്ലതും നിങ്ങൾ പൂർത്തീകരിച്ച് തന്നിട്ടുണ്ടോ എന്ന നന്ദികേടിന്റെ വാക്ക് അവർ പറയും. അഥവാ നാവ് കൊണ്ടുണ്ടാകുന്ന വിപത്തിന്റെ കൂട്ടത്തിലാണ് നാം അത് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് ഗൗരവങ്ങളും പ്രാധാന്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മുടെ സംസാരവും നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഗൗരവപൂർവ്വം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആരാധനാ കർമ്മങ്ങളിൽ നിഷ്കർഷ പുലർത്തുകയും അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങളിൽ അതിയായി മുന്നേറുകയും ചെയ്യുന്ന ആളുകളിൽ പോലും പലപ്പോഴും ഈ പറഞ്ഞ ഗൗരവമോ പ്രാധാന്യമോ ഉൾക്കൊണ്ടുകൊണ്ടല്ല അവരുടെ സംസാരം എന്നതാണ് പരമാർത്ഥം. ഒരുപക്ഷെ മദ്യപാനവും വ്യഭിചാരവും പോലെയുള്ള തെറ്റുകൾ ഗുരുതരമായ തെറ്റുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി മാറി നിൽക്കുന്ന ആളുകളിൽ പോലും നാവിന്റെയും സംസാരത്തിന്റെയും വിഷയത്തിൽ ഈ ഒരു ഗൗരവം കാണാറില്ല എന്നതാണ് നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? വേണമെന്നതാണല്ലോ നമ്മുടെ എല്ലാം അഭിപ്രായം. എന്നാൽ ആ പ്രവാചകൻ പഠിപ്പിക്കുന്നു അതിനുള്ള മാർഗം എന്താ? നാം സാധാരണ കേൾക്കുന്ന ഒരു തിരുവചനം, മൻ യദ്മനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന രിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. നിങ്ങളുടെ ജനനേന്ദ്രിയം കൊണ്ടും നിങ്ങളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത് കൊണ്ടും എനിക്ക് നിങ്ങൾ ജാമ്യം നിൽക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന ഉറപ്പ് നൽകുന്നു പ്രവാചകൻ പറയുകയാണ്. നാവിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിനെ വിനിയോഗിക്കാൻ പാടില്ലാത്ത മേഖലകളിൽ നിന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ വിലക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ സ്വർഗത്തിന്റെ അർഹരായി തീരാം എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഹലക്കൽ മുതനത്തിഊൻ, വായാടികളായ ആളുകൾ അവർ നശിച്ചു പോയിരിക്കുന്നു. എല്ലാ സമയവും തുരുതുരാ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് ആ സംസാരത്തിലൂടെ അവർക്ക് നാശം സംഭവിച്ചു പോകുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അവർ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം അവലംബിക്കട്ടെ. അതുപോലെ പ്രവാചകൻ അറബിയിൽ ഒരു ആപ്തവാക്യം നമുക്ക് കാണാം, അസ്സുംതു ഖൈറുൻ വഖലീലുൻ ഫാഇലുഹു. സുംതാണ്, മൗനം അവലംബിക്കുക എന്നതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. വഖലീലുൻ ഫാഇലുഹു, എന്നാൽ ഈ നിലപാട് സ്വീകരിച്ചവർ വളരെ കുറവാണ്.
ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, അല്ലാത്ത സമയങ്ങളിൽ മൗനം അവലംബിക്കുക എന്നതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ആ നിലപാട് സ്വീകരിച്ച ആളുകൾ കുറവായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വാളിനേക്കാൾ മൂർച്ചയുണ്ട് നാം പറയുന്ന വാക്കുകൾക്ക്, കുന്തങ്ങളെക്കാൾ ശക്തിയുണ്ട് നാം പറയുന്ന ആ വാക്കുകൾക്ക്. മറ്റൊരുത്തന്റെ ശരീരത്തിനല്ല, അവന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുക എന്നുള്ളത്. ആ മനസ്സിനുണ്ടാകുന്ന മുറിവ് ഒരു പക്ഷേ നമുക്ക് മരുന്നുപയോഗിച്ചുകൊണ്ട് അതിനെ സുഖപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് അറബിയിലുള്ള മറ്റൊരർത്ഥവാക്യം തഅനുൽ ലിസാൻ അൻഫദു മിൻ തഅനുൽ സിനാൻ. പല്ല് കൊണ്ടുള്ള കടി ആയുധം കൊണ്ടുള്ള കടിയേക്കാൾ മാരകമാണ്. ആയുധം കൊണ്ട് ഒരാളെ ഉപദ്രവിക്കുക, മുറിവേൽപ്പിക്കുക, പരിക്കേൽപ്പിക്കുക, അതിനേക്കാൾ മാരകമാണ് നാവ് കൊണ്ട് സംസാരത്തിലൂടെ ഒരാളെ പറ്റി ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അയാളെ അധിക്ഷേപിക്കുക, അയാളുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന രൂപത്തിൽ പറയുക എന്നത്. ഇന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും അതുപോലെ ഇസ്ലാമിക തത്വസംഹിതകളുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഗൗരവത്തിൽ നമ്മുടെ സംസാരത്തെ നമ്മൾ കാണാറുണ്ടോ? ഇത്ര എന്നെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, എനിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്, അതുപോലെ തന്നെ എനിക്ക് സ്വർഗവും സമ്മാനിക്കാൻ കഴിയുന്ന എല്ലില്ലാത്ത ഒരു അവയവമാണ് നാവ്. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വിനിയോഗിക്കേണ്ടതുണ്ട് എന്നത് നാം ആലോചിച്ചുകൊണ്ട് അതിനനുസരിച്ച് വിനിയോഗിക്കാറുണ്ടോ എന്ന് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന, പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖബറുകളുടെ അടുത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സംഭവം നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹുമാ ലയുഅദ്ദിബാനി, ഈ രണ്ടാളുകളും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ ഇപ്പോ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വഹിയിന്റെ അടിസ്ഥാനത്തിൽ വൈബിയായ ഒരു കാര്യം പ്രവാചകൻ പറയുകയാണ്. അപ്പോ വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ, വളരെ വലിയ തെറ്റുകൾ ചെയ്തത് കൊണ്ടൊന്നുമല്ല അവർ ഈ ശിക്ഷ അനുഭവിക്കുന്നത്. അമ്മാ അഹദുഹുമാ ഫകാന യംശീ ബിന്നമീമ, ആ രണ്ടാളിൽ ഒരാൾ ചെയ്ത തെറ്റെന്താ? നമീമത്ത്, ഏഷണി പറഞ്ഞു നടക്കുന്നവനായിരുന്നു അവൻ. മറ്റാളുകളെ കുറിച്ച് ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്നവനായിരുന്നു അവൻ. അതുകൊണ്ടാണ് ഈ ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെയാൾ ലാ യസ്തതിറു മിൻ ബൗലിഹി, മലമൂത്ര വിസർജനത്തിന് മറ സ്വീകരിക്കാതിരുന്ന ആളാണ്. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പ്രവാചകൻ ഖബർ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണങ്ങളിൽ പ്രവാചകൻ എടുത്തു പറയുന്നത് നമ്മുടെ സംസാരത്തെ ദുർവിനിയോഗം നടത്തിയിട്ടുള്ള, തെറ്റായ രൂപത്തിൽ വിനിയോഗിച്ചിട്ടുള്ള, അന്യരെ കുറ്റം പറയാനും അതുപോലെ തന്നെ അധിക്ഷേപിക്കാനും അപഹസിക്കുവാനും അങ്ങനെയുള്ള രൂപത്തിൽ സംസാരത്തെ, നാവിനെ ചെലവഴിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള ശിക്ഷ ഖബറിൽ വെച്ചുകൊണ്ട് കിട്ടുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് അവർ തിരിഞ്ഞു പോവുകയാണ്, പ്രവാചകനും അനുചരന്മാരും. അങ്ങനെ മാലിക് ഈ പറഞ്ഞിട്ടുള്ള മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നിട്ടുള്ളത് വ്യഭിചാര കുറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ആ രൂപത്തിൽ അത് പ്രവാചകൻ ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് 4ാമത്തെ തവണയാണ്. ആദ്യം വന്നു, അപ്പോ നബി പറഞ്ഞു, മായിസെ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, പോയിക്കോ. മായിസ് റളിയല്ലാഹു അൻഹു പോയി. പിന്നെയും പ്രവാചകന്റെ പുറകിലൂടെ വീണ്ടും വീണ്ടും വന്നു. കാരണം ആ മനസ്സ്, മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ്, അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിയില്ല, ദുനിയാവിലെ ശിക്ഷ ഇവിടെ വെച്ചുകൊണ്ട് ഏറ്റുവാങ്ങാം. അങ്ങനെ 4ാമത്തെ തവണയാണ് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇന്ന ഹാദാ ലഹായിലുൻ, ആ കൂട്ടത്തിൽ പോകുന്ന ഒരാൾ പറഞ്ഞു, ഇയാളൊരു വിഡ്ഢി തന്നെയാണ്, ഇയാളൊരു വിഡ്ഢി തന്നെയാണ്. അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിറാറൻ, പലവട്ടം അയാൾ പ്രവാചകന്റെ അടുക്കൽ വന്നു. കുല്ലു ദാലിക യറുദ്ദുഹു അത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു. അങ്ങനെ അവസാനം അയാളെ പ്രവാചകൻ വധശിക്ഷയ്ക്ക് വിധേയാക്കി. അങ്ങനെ അയാളെ പട്ടിയെ കൊല്ലുന്നത് പോലെ കൊന്നു, പട്ടിയെ കൊല്ലുന്നത് പോലെ കൊന്നു. കമാ യുഖ്തലുൽ കൽബ്, പട്ടിയെ കൊല്ലുന്നത് പോലെ അയാളെ എറിഞ്ഞു കൊന്നു എന്ന്.
അങ്ങനെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അവർ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കഴുതണ്ട് ചത്ത് കിടക്കുന്നുണ്ട്. ചാവുക മാത്രമല്ല ചെയ്തത്, അതിങ്ങനെ വിറങ്ങലിച്ച് അതിന്റെ കൈകാലുകൾ ഇങ്ങനെ എടുത്തു പിടിക്കുന്ന രൂപത്തിൽ ആ ഒരു ശവത്തിന്റെ അടുത്തുകൂടി, കഴുതയുടെ അടുത്തുകൂടി നടന്നു പോവുകയാണ്. ഫഖാൽ, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലാ മിൻ ഹാദാ, നിങ്ങൾ രണ്ടുപേരും ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ആ രണ്ടുപേരോട് പറയാ, ഇത് പറഞ്ഞ ആ രണ്ടുപേരോട് പറയാണ്, രണ്ടാളും തിന്നോളിതാ, ചീഞ്ഞളിഞ്ഞ ചത്ത് കിടക്കുന്ന കഴുതയുടെ മാംസം ഇതാ, നിങ്ങൾ തിന്നുകൊള്ളൂ. അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു, മിൻ ജീഫത്തി ഹിമാരി യാ റസൂലല്ലാഹ്, ഈ ചത്ത് കിടക്കുന്ന ശവത്തിൽ നിന്നാണോ ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത്, ഫല്ലദീ ഖുൽതുമാ മിൻ ഇർദി അഖീകുമാ ആനിഫൻ നക്തർ, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ ഈ രൂപത്തിൽ അപഹസിച്ചതിനേക്കാൾ നല്ലത് ഈ ശവം നിങ്ങൾ തിന്നുന്നതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്കില്ലേ, മായിദിനെ കുറിച്ച് പട്ടിയെ കൊന്നതുപോലെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ ആ വാക്കിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഈ ചത്ത് കിടക്കുന്ന ഈ കഴുതയുടെ മാംസം ഭക്ഷിക്കുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുള്ളത് സൂറത്ത് ഹുജറാത്തിലൂടെ, അയുഹിബ്ബു അഹദുക്കും അൻ യഅ്കുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു, നിങ്ങളുടെ സഹോദരൻ അവൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറാകുമോ എന്നതാണ് പ്രവാചകൻ ചോദിച്ചത്. നിങ്ങൾ ആക്ഷേപിക്കപ്പെട്ട ആ വ്യക്തിയുണ്ടല്ലോ, മായിസ് എന്ന് പറയുന്ന ആ വ്യക്തിയുണ്ടല്ലോ, എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നഹു ഫീ നഹ്രിൻ മിൻ അൻഹാരിൽ ജന്നതി യതഗമ്മസു, ആ മായിസ് ഇപ്പോ സ്വർഗ്ഗത്തിലെ നദികളിൽ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ഷേപിക്കുന്നവർ ആ കുറ്റം പേറി നരകത്തിൽ പോകാനുള്ള കാരണക്കാർ നമ്മളായി. ആക്ഷേപിക്കപ്പെട്ട വ്യക്തികളോ അവരാണെങ്കിൽ അതാ ആ സ്വർഗത്തിലെത്തി അവിടെ അതാ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് നമുക്ക് ആ സംഭവം മനസ്സിലാക്കി തരുന്നത്. നോക്കൂ നിങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ എത്രമാത്രം ശ്രദ്ധ വേണം എന്നതാണ് ആ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാശമുണ്ടാകട്ടെ ആർക്ക്? ഹുമസത്തായ ആളുകൾക്കും ലുമസത്തായ ആളുകൾക്കും അള്ളാഹുവിന്റെ നാശമാണ്. ആരാണ് ഹുമസത്ത് എന്ന് പറയുന്നത്? ജനങ്ങളെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന ആളുകൾക്കാണ് ഹുമസത്ത് എന്ന് പറയുക. കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട്, അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്നവർക്കാണ് ഹുമസത്ത് എന്ന് പറയുക. ലുമസത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ അന്യരുടെ കുറ്റം പറഞ്ഞ് അവരുടെ മാംസം തിന്നുന്നതിനാണ് ലുമസത്ത് എന്ന് പറയുക. അപ്പൊ കുത്തിപ്പറയുകയും അതുപോലെ തന്നെ അവരെ അപഹസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ദുസ്വഭാവം നമ്മളിലൊക്കെ വന്നു പോവാറില്ലേ? പടച്ചവരെ, നീ ഞങ്ങൾക്ക് പുറത്തു തരയണമേ എന്ന് പ്രാർത്ഥിക്കാനും തിരുത്താനുമല്ലേ നാം ശ്രമിക്കേണ്ടത്? ഈ പറഞ്ഞ ദുസ്വഭാവം ജീവിതത്തിൽ പലപ്പോഴും നമ്മളിൽ വന്നു പോകാറുണ്ട് എന്നത് ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് രണ്ടാളുകൾ വന്ന് ചോദിക്കുകയാണ്. അവർ കുറെ നേരം സംസാരിച്ചിരിക്കുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് പല ആളുകളെ കുറിച്ചുള്ള സംസാരങ്ങൾ വന്നു. ആ സംസാരങ്ങൾ വന്ന സമയത്ത് പലരെ കുറിച്ചും പലതും പറഞ്ഞു. അങ്ങനെ അവർ ജമാഅത്തായ സമയത്ത്, നിസ്കരിക്കാറായ സമയത്ത് നിസ്കരിക്കുകയും ചെയ്തു. അത്താ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഒരുപാട് സഹാബികളെ കണ്ടിട്ടുള്ള ഒരു താബിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു മനോവിഷമം, ഞങ്ങൾ കുറെ ആൾക്കാരെ കുറിച്ച് പലതും സംസാരിച്ചിരുന്നു. അയാളെ കുറിച്ച് ഇത് പറഞ്ഞു, ഇയാളെ കുറിച്ച് ഇന്നത് പറഞ്ഞു, മറ്റേയാളെ കുറിച്ച് അത് പറഞ്ഞു. എന്താണ് അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചപ്പോ അത്താ റളിയല്ലാഹു അൻഹു ഈ ചോദിക്കപ്പെട്ടിട്ടുള്ള ആളുകളോട് പറഞ്ഞ മറുപടി, നിങ്ങളിപ്പോ നിസ്കരിച്ചിട്ടല്ലേ വരുന്നത്, പോയിട്ട് ഒന്നുകൂടി നിസ്കരിച്ചാളി. നിങ്ങൾ നോമ്പ് പറ്റിയിരുന്നോ? നോമ്പ് പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ ആ നോമ്പ് വേറെ ദിവസം നോറ്റാളി എന്ന അവരോട് പറയുന്ന പരിഹാരമത. നിസ്കരിച്ച നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് നോമ്പുണ്ടെങ്കിൽ പോലും അതുപോലും മുറിഞ്ഞു പോകുന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയുകയും ഏഷണിയും നമീമത്തുമായി കൊണ്ട് നിങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോ നമ്മുടെ ഏതെങ്കിലും നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? 10-60 കൊല്ലം നമ്മൾ ജീവിച്ച ആ ജീവിതകാലത്തിനിടയ്ക്ക് എന്റെ ഒരു നമസ്കാരവും എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന് എന്റെ മനസ്സ് എന്നോട് പറയുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് നമ്മോട് പറയുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. എന്റെ നമസ്കാരം പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ നോമ്പ് പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ ദിക്റുകളും മറ്റ് അമലുകളും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് നാം ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ഖബറിലെ ശിക്ഷയുടെ 1/3 ഭാഗം ഏഷണി കൊണ്ടും മറ്റൊരു ഭാഗം പരദൂഷണം കൊണ്ടും 3-ാമത്തെ ഭാഗം മൂത്രിച്ചിട്ട് ശുദ്ധി വരുത്താത്തതിന്റെ പേരിലുമാണ് എന്ന്. ഖബർ ശിക്ഷ അനുഭവിക്കുമ്പോ അതിന്റെ 2/3 ഭാഗം പറയുന്നത് ഏഷണിയും പരദൂഷണവുമായി നടക്കുന്ന ആളുകളെ കുറിച്ചാണ് എന്ന. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു സംഭവം നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. ഒരാൾ, എനിക്ക് ആരോടും ഒരു വിരോധമില്ല, ആരോടും എനിക്കൊരു വെറുപ്പില്ല, അതുകൊണ്ടായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞ ആ ശുദ്ധ മനസ്സോട് കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിത്തീരണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആരെക്കുറിച്ചെങ്കിലും നീ വല്ലതും പറയുകയാണെങ്കിൽ, ആരെക്കുറിച്ചെങ്കിലും നീ വേണ്ടാത്തത് സംസാരിച്ചു പോവുകയാണ് എങ്കിൽ അപ്പം നീ ആലോചിക്കേണ്ട വിഷയം എന്താ? ഇദാ അറദ്ത അൻ തദ്കുറ ഉയൂബ സാഹിബിക ഫദ്കുർ ഉയൂബക. ഒരാളെ കുറിച്ചുള്ള ഐബ്, പോരായ്മ, കുറവ് നീ പറയാൻ ഒരുങ്ങുമ്പോ നീ ഉടനെ ആലോചിക്കേണ്ടത് എന്നിലുള്ള ഐബ് എന്തൊക്കെയാണ്. അതിനേക്കാൾ കൂടുതൽ എന്റെ അടുക്കലുണ്ടാകും. മറ്റുള്ളവന്റെ നേരെ ഒരു കൈവിരൽ ചൂണ്ടുമ്പോ എത്ര വിരലാണ് നമ്മളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് നാം കണ്ടിട്ടില്ലേ? അതുപോലെയാണ് അവസ്ഥ. മറ്റുള്ളവന്റെ ഒരു കുറ്റം നമ്മൾ പറയുമ്പോ പല കുറ്റങ്ങൾ എന്നിലുണ്ട്, പല പോരായ്മകൾ എന്നിലുണ്ട് എന്നാണ് ആ വിരലുകൾ പോലും നമ്മോട് പറയുന്നത്. അതുകൊണ്ട് വേറൊരാളുടെ പോരായ്മ, കുറവ് നീ പറയുകയോ പരിഹസിക്കുകയോ അത്തരത്തിലുള്ള സംസാരം നീ സംസാരിക്കുകയോ ചെയ്യുമ്പോ സ്വയം ഒന്ന് വിചാരണ നടത്തി എന്റെ അടുക്കൽ എന്തെല്ലാം പോരായ്മകൾ ഉണ്ട് എന്നത് തിരിച്ചറിയാൻ ശ്രമിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, മറ്റൊരാളുടെ കണ്ണിലുള്ള കരട് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നു. മറ്റൊരാളുടെ കണ്ണിലുള്ള കരട് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ സ്വന്തം കണ്ണിൽ വീണ് കിടക്കുന്ന മരത്തടി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മറ്റോന്റെ കണ്ണിൽ ഒരു കരടേ ഉള്ളൂ, ഒരു പൊടിയാണുള്ളത്. ഇവന്റെ കണ്ണിലോ, പറയുന്നവന്റെ കണ്ണിലോ ഒരു മരത്തടി മുഴുവനുണ്ട്, അത് കാണാൻ കഴിയുന്നില്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു ചെറുവിരലില്ലാത്ത ആളെ അപഹസിക്കുന്നത് കൈ മുട്ടുവരെ ഇല്ലാത്തവനാണ്. അതുപോലെയാണ് പലപ്പോഴും നമ്മുടെ പരിഹാസങ്ങളോ, നമ്മുടെ കുത്തുവാക്കുകളോ, നമ്മുടെ സംസാരങ്ങളോ ഉണ്ടായിത്തീരാറുള്ളത് എന്നത് നാം ആലോചിക്കേണ്ട വസ്തുതയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ദിക്റുകൾ ചൊല്ലണം. അങ്ങനെ ആ ദിക്റുകൾ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ശിഫയാണത്, നിങ്ങളുടെ മനസ്സിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫയാണ്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ കുറ്റം പറയാൻ പാടില്ല, അതൊരു മഹാരോഗമാണ്. നിങ്ങൾ ജനങ്ങളെ കുറ്റം പറയാൻ പാടില്ല, ഒരു വലിയ രോഗമാണത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ നരകം കാണിക്കപ്പെട്ട സമയത്ത് ചില ആളുകൾക്ക് ചെമ്പിന്റെ നഖങ്ങൾ നൽകപ്പെട്ടുകൊണ്ട് അവർ അവരുടെ മുഖങ്ങളിലും അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാംസങ്ങൾ മാന്തിപ്പളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീലേ, ഇവരാരാണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി, അവർ ജനങ്ങളുടെ പച്ച മാംസത്തിൽ നിന്നവരാണ്, അവരുടെ അഭിമാനത്തിന്റെ ക്ഷതമേൽപ്പിച്ചവരാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്.
എപ്പോഴെങ്കിലും ഇപ്പൊ റമദാൻ മാസത്തെ നോമ്പ് ഫർളായ നോമ്പ് റമദാൻ മാസത്തെ കടന്നു വരുന്നതാ, അന്ന് നോക്കിയാൽ മതി വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസത്തെ 5 നേരം നിസ്കാരം, ആ നമസ്കാരം ആ ദിവസത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കടന്നു വരുന്നതാണ്. പക്ഷേ നാം ദിവസത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നാവ് എന്നത്, നമ്മുടെ സംസാരം എന്നത്. അത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉറങ്ങി നിൽക്കുന്ന സമയത്തല്ലാത്ത മുഴുവൻ സമയങ്ങളിലും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. അതിനാൽ ആ ഗൗരവത്തോടു കൂടി തന്നെ നാം അത് കാണുകയും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള, അത് അനുഗ്രഹമാണെന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് പറയുന്ന വാക്കുകൾ രേഖപ്പെടുത്തും എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ആ കിതാബ് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും, അവിടെ ഖേദിക്കേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാവ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സംസാരം അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ക്രമീകരിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെ നാം നിഷ്ഫലമാക്കാതിരിക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ മുഫ്ലിസുകൾ, പാപ്പറായവർ അവിടെ കൂട്ടത്തിൽ പെടാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദുല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നാം പറഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് പറയാവുന്നതാണ്. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള പലിശരഹിത നിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് തുടങ്ങാനുള്ള സാഹചര്യം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ആളുകൾ വട്ടപ്പലിശക്കാരുടെ അടുക്കൽ നിന്ന് പണം വാങ്ങി തിരിച്ചടക്കാൻ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ദീർഘദൃഷ്ടിയോടുകൂടി അന്നുണ്ടായിരുന്ന കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളും സംഘടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. ലക്ഷക്കണക്കിന് രൂപ അതുകൊണ്ട് ആളുകൾ പ്രയോജനപ്പെടുത്തുകയും ആ രൂപത്തിൽ അത് നിർവഹിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ചുരുക്കം ചില ആളുകൾ, 10-13ഓളം ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ തിരിച്ചടക്കാനായിട്ട് വർഷങ്ങളോളമായി. ഇത് ഈ മഹല്ലിലെ മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. ഇത് കൊണ്ടു നടക്കുക, ഇത് കൊടുക്കാനുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തുക, അത് തിരിച്ചടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുഴുവൻ ആളുകളുടെയും സമ്പത്താണിത്. ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അത് വിനിയോഗിക്കേണ്ടത്, അത് ചെലവഴിക്കേണ്ടത്, അതുപോലെ തന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തിരിച്ചടക്കാനുള്ള ആളുകൾക്ക് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ അവർക്ക് കത്ത് നൽകുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ് എങ്കിൽ അവരോട് ആ തിരിച്ചടവിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അത് നിലനിൽക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ ഒന്ന് ഊന്നിപ്പറയണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രവുമല്ല, മറ്റൊരു വശം, നാം സാമ്പത്തിക വിഷയം കൈകാര്യം ചെയ്ത സമയത്തും കടം എന്ന വിഷയം കൈകാര്യം ചെയ്ത സമയത്തും ഒക്കെ അതിന്റെ ബാധ്യതയെ നാം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞിരുന്നു. ഖബറിൽ വരെ കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് സമ്മാനിക്കുക. നമ്മുടെ ഖബറിൽ വരെ മര്യാദയ്ക്ക് കടക്കാൻ പറ്റൂല. ഈ കാശുമായി അത് തിരിച്ചടക്കാൻ കഴിവുണ്ടായി തിരിച്ചടക്കാതിരിക്കുന്ന അവസ്ഥയിൽ എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളും, കൊടുക്കാനുള്ള ആളുകൾ അത് എത്രയും പെട്ടെന്ന് തിരിച്ചടക്കുകയും അല്ലാത്ത ആളുകൾ അതിന്റെ നിയമവും മുറയും അനുസരിച്ചുകൊണ്ട് ആ രംഗം കൈകാര്യം ചെയ്യുകയും വളരെ നല്ല രൂപത്തിൽ അത് നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. നമ്മൾ ലൈഫ് ലോങ് പോളിസി എന്നൊക്കെ പലപ്പോഴും പല പോളിസികളെയും കുറിച്ച് പറയാറില്ലേ? ജീവിതകാലം മുഴുവനും അല്ല. ഈ പറഞ്ഞ പോളിസി ലൈഫ് ലോങ്ങും അല്ല, ആഖിറം വരെയുള്ളതാണ്. മരിക്കുന്നത് വരെ അല്ല. ഈ പറഞ്ഞ പോളിസി അവിടുന്ന് മരിച്ചിട്ട് പിന്നെ ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന, വിചാരണ വരെ നീണ്ടു നിൽക്കുന്ന സ്വർഗത്തിലെത്തിയിട്ടേ ഈ പോളിസി നമ്മെ വിട്ടുപോകും. അത്രയ്ക്ക് സൗകര്യപ്രദമായ ഒരു പോളിസിയാണിത്.
കൊടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ല, നഷ്ടമാണോ? ഇതൊരു പിരിവ് ചോദിക്കുകയാണോ? 15,000 രൂപ എന്നത് ഒരു പിരിവല്ലല്ലോ, അത് തിരിച്ചു കിട്ടുന്നില്ല. ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ എത്രയോ മടങ്ങായി തിരിച്ചു കിട്ടുന്നു. ഈ ഒരു സംരംഭം ഇവിടെ നിലവന്നു വരികയും പൂർത്തീകരിക്കപ്പെടുകയുമാണ് എങ്കിൽ ഇന്ന് നിലവിലുള്ള ആളുകൾക്കൊക്കെ അത് കണ്ട് സായുജ്യമടയാനും വരും തലമുറ ഈ നൽകിയിട്ടുള്ള ആളുകളെയും അതുപോലെ അതിന്റെ സംരംഭകരെയും പങ്കാളികളെയും പ്രശംസിക്കുവാനും അത് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എത്രയും കൂടുതൽ ഉപകാരപ്രദമായ പ്രതിഫലങ്ങളായി, വമ്പിച്ച പ്രതിഫലങ്ങളായി തിരിച്ചു വാങ്ങാനും കഴിയും എന്ന് മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്ന കാര്യം ഇവിടുന്ന് തന്നെ തിരിച്ചു കിട്ടുന്നു, അതിന്റെ 10 മടങ്ങായി ഇവിടുന്ന് തന്നെ തിരിച്ചു കിട്ടണ്. എന്നിട്ട് അള്ളാന്റെ അടുക്കലേക്ക് ഖിയാമത്ത് നാൾ വരെ സ്വാലിഹായ സ്വതക്കയായി നമ്മളെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരിച്ചു, നമ്മളെ മക്കൾ മരിച്ചു, തലമുറകൾ മരിച്ചു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഓരോ മാസവും ഓരോ സമയവും ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളും, അതിനും കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ നിങ്ങളെ സമീപിക്കും. അത് പൂർത്തീകരിക്കുക. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം നേടുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരത്തിലുള്ള നന്മകളിൽ പൂർണ്ണ പങ്കാളികളായി സ്വമനസ്സോടുകൂടി പങ്കാളികളാകുവാനുള്ള ഒരു തൗഫീഖും വിശാല മനസ്കതയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുമ്പ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. ആ കുട്ടി ഇപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയയായിരിക്കുകയാണ്. അത് റിക്കവറിയായി പൂർണ്ണമായി വിജയപ്രദമായ രൂപത്തിൽ റിക്കവറിയായെങ്കിൽ മാത്രമേ വീണ്ടും കുറെ ഓപ്പറേഷനുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഓപ്പറേഷനും തുടർന്നുള്ള ചികിത്സയുമെല്ലാം ഏറ്റവും നല്ല അനുഗ്രഹീതമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുക്കുമാറാകട്ടെ. ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന രൂപത്തിൽ ആ രോഗാവസ്ഥകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എറണാകുളം സെൻട്രൽ പള്ളിയിലെ ഖത്തീബായിരുന്ന മാഞ്ഞാലി സുലൈമാൻ മൗലവി എന്ന് പറയുന്ന പ്രമുഖനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം രോഗ ചികിത്സയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ പ്രമുഖ പണ്ഡിതനും വാഗ്മിയും ദാഴിയുമൊക്കെയായി ആയ മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുന്ന പ്രമുഖ പണ്ഡിതൻ, അദ്ദേഹവും സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവിനോട് നാം ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള പണ്ഡിതന്മാരും അല്ലാത്തവരുമായ എല്ലാ ആളുകളുടെയും രോഗങ്ങൾ പരിപൂർണമായും ശിഫ നൽകി അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു ആയുധമാണ് എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ട് അള്ളാഹുവേ ഈ പറയപ്പെട്ട ആളുകൾക്കും അതുപോലെ രോഗികളായ മറ്റാളുകൾക്കുമെല്ലാം നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാവിന്റെ സംസാര ശേഷിയുടെ ഗൗരവം, അതിന്റെ പ്രാധാന്യം ഈ കേട്ടതുപോലെ തന്നെ ഉൾക്കൊള്ളുവാനും സംസാരത്തിലുടനീളം അത് പൂർണ്ണ രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുന്ന പ്രയോഗവൽക്കരിക്കുന്ന വിശ്വാസിനികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയും നിന്റെ നരകശിക്ഷക്ക് അർഹരായി തീരുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. ഈമാനോട് കൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم هون علينا سكرات الموت
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار